മുഹമ്മദ് റിയാസ് ഈ ബിന്ദു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു? ഒന്ന്, ബിന്ദു കൃഷ്ണ മാത്രമല്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന UDF നേതാക്കന്മാരൊന്നും തന്നെ ജനം സംശയിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങളെപ്പോലെയുള്ളവർ ഉന്നയിക്കുമ്പോൾ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഇപ്പം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല, ഒരു ചോദ്യത്തിനും. ഇനി അത് പോകട്ടെ, DGP അലക്സാണ്ടർ ജേക്കബ് കമ്മീഷൻ നൽകിയ മൊഴി ഇതുവരെയും പറയാത്ത ഒരു കാര്യം ഇവിടെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ മൊഴിയിലെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ: ഒന്ന്, VIP ലിസ്റ്റിലുണ്ടായിരുന്ന പേരുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ; 2, സരിതയെ കാണാൻ തോക്കുൾപ്പെടെ ആയുധങ്ങൾ നിറച്ച ജീപ്പിൽ ആളുകൾ വന്നുവെന്ന് പോലീസിനെ അറിയിച്ചിട്ടും പിടിച്ചില്ലെന്നും പറയുന്ന വെളിപ്പെടുത്തൽ. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും വന്നിട്ടുള്ള വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ ഒരു ഭാഗത്ത് തമ്പാനൂർ രവിയെ പോലെ വളരെ സോഫ്റ്റ് സ്പോക്കണായി സരിതയെ മൊഴിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ വളരെ ഹാർഡായി നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് ശരിപ്പെടുത്തുവാനുള്ള ശ്രമവും സരിത മൊഴി കൊടുക്കുന്നതിന് മുമ്പ് നടത്തിയിരുന്നു. ഇവിടെ സരിത നേരത്തെ എന്തു പറഞ്ഞു എന്നുള്ളതല്ല, മൊഴി കൊടുക്കാൻ നേരത്തെ എന്തു പറഞ്ഞു എന്നുള്ളതാണ് നിയമപരമായി പ്രസക്തവും പ്രാധാന്യവും അർഹിക്കുന്നത്. മൊഴിയിൽ സരിത പറഞ്ഞ കാര്യങ്ങളും പുറത്ത് പറയുന്ന കാര്യങ്ങളും നിയമപരമായി കണക്കിലെടുക്കുക മൊഴിയിൽ പറയുന്ന കാര്യം തന്നെയാണ്, ഒരു തർക്കം വേണ്ട. ഇവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെ സുഗമമായ പോക്കിന് തടസ്സം നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ. ശ്രീമതി ബിന്ദു കൃഷ്ണ ഉദ്ദേശിക്കുന്ന സുഗമമായ പോക്ക് എന്ത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണോ സുഗമമായ പോക്ക്? കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന തുല്യമല്ലേ? തമ്പാനൂർ രവിയെ ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. തമ്പാനൂർ രവിയെ അങ്ങോട്ട് വിളിച്ചു എന്ന് സരിത പറയുന്നു. എന്തു ആയിക്കോട്ടെ, അത് ഫോൺ ബില്ല് പരിശോധിച്ചാൽ കാണാം, അതിൻ്റെ വ്യക്തമായ രേഖയുണ്ട് എന്നാണ് സരിത പറയുന്നത്. ഇനി അങ്ങനെയല്ല, തമ്പാനൂർ രവിയെ ഇങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാൾ എന്ന കൃത്യമായ ധാരണയുള്ള തമ്പാനൂർ രവി എന്തിനവരെ ഉപദേശിക്കാൻ പോയി? ആ ഫോണിൽ തമ്പാനൂർ രവി നടത്തിയ സംഭാഷണം വളരെ കൃത്യമായി സരിതയെ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള മൊഴി സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കാണാം. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണ് തമ്പാനൂർ രവി. അപ്പോൾ ഉമ്മൻചാണ്ടി നിർബന്ധിച്ചിട്ടാണ് ഈ പണി ചെയ്തതെന്ന് അറിയാം. ഇതാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഉയരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം ലാലെ, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, സരിത തന്നെ പറഞ്ഞ കത്ത് ചുരുങ്ങിപ്പോയത്, കത്തിൻ്റെ പേജ് ചുരുങ്ങിപ്പോയത് വളരെ പ്രസക്തമല്ലേ? കത്തിൻ്റെ പേജ് ചുരുങ്ങിപ്പോയി, അത് എങ്ങനെ ചുരുങ്ങി? അത് ഈ ഗവൺമെൻറ് ഉത്തരം പറയേണ്ട കാര്യമല്ലേ? പേജിൻ്റെ എണ്ണം ചുരുങ്ങി എന്നുള്ളത് വസ്തുതയാണല്ലോ. പത്രസമ്മേളനത്തിലുള്ള പേജല്ല പിന്നീട് വന്നത്, ജയിലിൽ എഴുതിയ പേജല്ല പിന്നെ വന്നത്, പേജ് ചുരുങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണൻ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്തിന്? അത് നടന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഇത് രണ്ടും എന്തിനു എന്നുള്ള ചോദ്യവും ഞാൻ നേരത്തെ ചോദിച്ച ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊപ്പം ഈ ചർച്ച. ഈ 2 ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം കൊടുക്കാൻ പറ്റുമോ ശ്രീമതി ബിന്ദു കൃഷ്ണ? അതിലൊന്ന് ന്യായമാണ്. നമ്മുടെ ജയിലുകളിൽ പലരും, നമ്മുടെ പൗരന്മാരിൽ പലരും അവിടെ എത്താറുണ്ട്. അവരിൽ ആരെങ്കിലും എഴുതുന്ന കത്ത്, ഇങ്ങനെ 30 പേജുള്ള കത്ത് 4 പേജൊക്കെ ആയി ചുരുങ്ങിപ്പോകുന്ന ഒരു മാന്ത്രികത അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് കൂടി അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതാണോ? അത് അന്വേഷിക്കേണ്ടേ? ഉത്തരമുണ്ടോ? ഈ രാജ്യത്തെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നിങ്ങളൊക്കെ എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, സരിത പറയുന്ന വാക്കുകൾ വെച്ചിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം സരിതയുടെ ഒരു വാക്കിനോട് പോലും എനിക്കൊരു വ്യക്തി എന്ന നിലയിൽ യോജിപ്പില്ല. ഇനിയിപ്പോ നമ്മുടെ ഒറ്റ സംശയം എന്നിട്ട് പറയാം. ഞാൻ വേറെ ഒന്ന് ഇടയ്ക്കൊരു സംസാരിക്കില്ല. സരിത പറയുന്ന ഒരു വാക്കും നിങ്ങൾ എടുക്കണ്ട, ഇതിലെ ഫാക്ട് മാത്രം എടുത്താൽ മതി. കത്ത് ചുരുങ്ങി എന്നുള്ളത് സരിത പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇറ്റ് ഈസ് എ ഫാക്ട്. കത്തിന്റെ പേജ് ചുരുങ്ങി എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫാക്ട്. സരിത പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉമ്മൻചാണ്ടിയും ബിജു രാധാകൃഷ്ണനും മുറിയടച്ച് സംസാരിച്ചു എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫാക്ട്. ഇങ്ങനെയുള്ള ഫാക്ടുകൾ ഞാൻ നേരത്തെ സരിത പറഞ്ഞ നിങ്ങൾ സരിതയെ സംബന്ധിച്ചിടത്തോളം സരിത കത്ത് ചുരുങ്ങിയെന്നും കത്ത് നിവർന്നു എന്നും പറയുമ്പോൾ വിശ്വസനീയമായിരിക്കും. ഇനിയിപ്പോ വിശ്വസനീയമായിക്കൊള്ളട്ടെ അവിശ്വസനീയമായിക്കൊള്ളട്ടെ, ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണം ടേംസ് ഓഫ് റെഫറൻസ് അടക്കം കൊടുത്തുകൊണ്ടാണ് സോളാർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോളാർ കമ്മീഷൻ അത് സംബന്ധിച്ച മൊഴി എല്ലാവരിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ലഭ്യമായ മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിൽ ആ കമ്മീഷൻ, അതൊരു ജുഡീഷ്യൽ കമ്മീഷനാണ്. ആ കമ്മീഷൻ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ തീർച്ചയായും ആ കമ്മീഷന്റെ നിയമപരമായ തീരുമാനത്തെ അതിനെ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അല്ലാതെ ഇന്ന് അവിടെ
ഒറ്റ സംശയം നിങ്ങൾക്കും കൂടി ഗുണകരമാകുന്ന ഒരു ചോദ്യമാണ്. ശ്രീ കരുണാകരൻ നിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നേതാവാണ്, ലീഡറാണ്. ശ്രീ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജൻ കേസിൽ രാജിവെക്കാൻ ഒരു കാരണം അന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം നടത്തിയ അഫിഡവിറ്റിൽ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. എ ജുഡീഷ്യൽ കമ്മീഷൻ ഈസ് ഈക്വൽ ടു കോർട്ട്. നിങ്ങൾക്കറിയാം, ജുഡീഷ്യൽ കമ്മീഷൻ കോടതിക്ക് സമമാണ്. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ ഉമ്മൻചാണ്ടി തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി രാജിവെക്കണ്ടേ? ശ്രീ കരുണാകരൻ കാണിച്ച വിശാലമായ, നിങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ലീഡർ കാണിച്ച വിശാലമായ മാതൃകയെങ്കിലും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി 14 മണിക്കൂർ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തത് തെറ്റാണ് എന്ന് താങ്കൾക്ക് ബോധ്യമായത് ഈ സരിതയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്ത് കൊറാബറേറ്റിംഗ് എവിഡൻസ് ആണ് ഉള്ളത്? സരിതയുടെ വാക്കുകൾ വിശ്വസിച്ച് ഒരാളുടെയും, ഒരുപക്ഷെ സരിത നായർ അങ്കിൾ എന്ന് വിളിച്ച ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ അടുത്ത് പോലും ഒരു രാജി ആവശ്യപ്പെടുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ കാര്യത്തിൽ അത് ആ സരിതയുടെ വാക്കുകൾ വെച്ചുകൊണ്ട് രാഷ്ട്രീയ നിലപാടെടുക്കാനോ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയുമില്ല. ആ സരിതയുടെ വാക്കുകളാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായത്. ആ കമ്മീഷന് മുമ്പിൽ 14 മണിക്കൂർ നേരം മുഖ്യമന്ത്രി പോയി ഇരിക്കേണ്ടി വന്നത്. ആ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ സർക്കാരിനെ പോലും പ്രതിസന്ധിയിലാക്കി കോടതി വിധികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ കൂടിയാലോചനകളൊക്കെ നടത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒന്നും ഞാൻ പറയില്ല എന്ന് പറയുമ്പോഴും നേതാക്കൾക്ക് ചർച്ചകളിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതല്ലാതെ രാഷ്ട്രീയ പ്രതിസന്ധി നിങ്ങളെ വിട്ടുമാറുന്നില്ല. ബിന്ദുകൃഷ്ണ, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും ആർജവും കേരളത്തിലെ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കുമുണ്ട്. സ്വാഭാവികമായി ഒരു പക്ഷത്ത് ജനകീയ വികസനവും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്. നേരത്തെ റിയാസ് സൂചിപ്പിച്ചല്ലോ, എന്ത് സുഗമമായ മുന്നേറ്റമാണ് അല്ലെങ്കിൽ സുഗമമായ മുന്നോട്ടുള്ള പോക്കാണ് കോൺഗ്രസ് അല്ലെ കേരളത്തിന്റേതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ജനപക്ഷ നിലപാടുകളുമായി ജനഹിതമായ ഭരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്. ആ ജനപക്ഷ നിലപാടുമായി നല്ല ശക്തമായ രീതിയിൽ കൂടുതൽ സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോടതിയിൽ കയറി ഇറങ്ങിയും ഈ കമ്മീഷന്റെ മുമ്പിൽ പോയിരുന്നും സമയം കളയുകയാണ്. അത് ഒഴിവാക്കാമായിരുന്നല്ലോ. ജനങ്ങൾ അതുകൂടി ചിന്തിക്കില്ലേ? ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറിയുടെ നടപടികളിൽ പങ്കാളിയാകുന്നത് അല്ലെങ്കിൽ ആവശ്യമായ സാഹചര്യങ്ങൾ അതുമായി സഹകരിക്കുന്നതിൽ ഒരു തെറ്റുമുള്ള ആ ജുഡീഷ്യറിയെ അവഹേളിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ ഭ്രാന്ത് പിടിച്ച ജഡ്ജി എന്ന് പറഞ്ഞുകൊണ്ട് ശവമഞ്ചമേന്തി ഇന്ന് നിങ്ങളുടെ കുട്ടി നേതാക്കൾ തൃശൂർ വിജിലൻസ് കോടതിക്ക് മുന്നിൽ എത്തിയത്. നട്ടാൽ കുരുക്കാത്ത കള്ളമെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവിക പ്രതികരണം ചെറുപ്പക്കാരിൽ നിന്നുണ്ടാകും. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയോ പ്രവർത്തന ശൈലിയായി വിലയിരുത്തരുതെന്ന് എന്ന അഭ്യർത്ഥനയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. തിരിച്ചെത്താം. ശ്രീ ജെ അജിത് കുമാർ കൂടി ചേർന്നിരിക്കുന്നു. ശ്രീ അജിത് കുമാർ, കോടതി വിധിയെ തരം പോലെ ന്യായീകരിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി UDF-ന് ഗുണം ചെയ്യുന്നതാണോ? ഡോക്ടർ ലാൽ, ഞാൻ തുടക്കം മുതൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പം ഇവിടെ വെച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇതിനകത്ത് കോടതി വിധിയെ തരം പോലെ ന്യായീകരിക്കുന്ന ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. കോടതി വിധി തുടക്കത്തിൽ അങ്ങനെ ചോദ്യം ചോദിക്കുകയുണ്ടായി, എന്തിന് അപ്പീൽ പോയി എന്ന് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണനോട് ചോദിക്കുന്നു കേട്ടു. ഇപ്പോൾ ഒരു കീഴ്ക്കോടതി ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അതിനെതിരായിട്ട് വിധിക്കപ്പെട്ട പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ആളിന് അപ്പീൽ പോകാനുള്ള അവകാശം ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഒരു വിജിലൻസ് കോടതി അതിൻ്റെ അധികാര പരിധിക്ക് പുറത്തു നിന്നുകൊണ്ട് ഇന്നൊരു ഒരു ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒരു വ്യക്തി കൊടുത്തു, അതിൻ്റെ പുറത്തുള്ള ഒരു നടപടി കടലാസ് അങ്ങോട്ട് കിട്ടിയ ഉടനെ തന്നെ തിരിച്ചു മറിച്ച് നോക്കാതെ ധൃതി പിടിച്ച് പുറപ്പെടുവിച്ച ഒരു വിധിയാണത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനെതിരെ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ തൊട്ടുമേലുള്ള മേൽക്കോടതിയിൽ അതിൽ പ്രതിഷേധമുള്ളവർ അല്ലെങ്കിൽ അതിൽ കക്ഷികൾ ആയവർക്ക് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ പരിരക്ഷ തേടാനായിട്ട് ഉയർന്ന നിയമ സംവിധാനത്തെ സമീപിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ ഏത് പൗരനുള്ള അവകാശമാണ്. ഏതൊരു പൗരനും ഉള്ള അവകാശമാണ്. ശ്രീ അജിത് കുമാർ, ഞാനത് സമ്മതിക്കും. ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിച്ചത് അത് ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ശ്രീ കെ ബാബു ചെയ്തത് എന്താണ്? അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടാണ് ഇത്തരത്തിലൊരു റിട്ട് കൊടുക്കാനൊക്കെ പോയത്. ആ വ്യക്തിപരമായ അവകാശം അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ ശ്രീ മുഖ്യമന്ത്രി അങ്ങനെയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ നിയമ സംവിധാനമൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അപ്പീൽ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് ആ സ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ആ കേസ് കൃത്യമായി അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത് അറിയാൻ സാധിക്കുന്നില്ല. അവരുടെ മുഖ്യമന്ത്രിയും അവരുടെ മന്ത്രിയും കളങ്കിതരായി അവിടെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആ കളങ്കത്തിനെ അപ്പീൽ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നു. അത്
സ്വന്തം വ്യക്തിപരമായി അവർക്ക് നേരിടാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ടല്ലോ. അല്ല, ഈ ഡോക്ടർ ലാൽ തന്നെ ഇപ്പോൾ ശ്രീ ബാബുവിൻ്റെ പേര് ഉന്നയിച്ചത് കൊണ്ട് കൃത്യമായിട്ടും പറയാമല്ലോ. ശ്രീ ബാബുവിൻ്റെ കേസിൽ എന്താ ഉണ്ടായത്? തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ തീരുമാനം തിരക്ക് പിടിച്ചതായി പോയി എന്നുള്ളത് ഹൈക്കോടതിയുടെ പിന്നെ ജസ്റ്റിസ് കണ്ടെത്തുന്നു. ആ തീരുമാനം തൽക്കാലം ഫ്രീസ് ചെയ്യാൻ ഹൈക്കോടതി വിധിക്കുന്നു. അതേപോലെയുള്ള അവകാശം മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തകന് മറ്റുള്ളവരും പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അപ്പീലിന്റെ പുറത്ത് അപ്പീൽ പോകുമ്പോൾ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ആളുകൾ അത് ചെയ്യുന്നതെങ്കിൽ കെ ബാബുവിന്റെ കാര്യത്തിൽ ആ സ്ഥാനമില്ല. ഇപ്പൊ എന്താണ് ഇപ്പൊ വേണ്ടത്? മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് അത് മാത്രമാണല്ലോ പ്രതിപക്ഷത്തിന്റെയും മറ്റ് അതിനോടൊപ്പം നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ആവശ്യം. അതിന്റെ ഒരു മാധ്യമപ്രവർത്തകർക്ക് ആവശ്യമുണ്ടോ? അല്ലല്ല നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് ഉമ്മൻചാണ്ടി അങ്ങോട്ട് മാറി നിന്നാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് അതല്ലല്ലോ, അതിനപ്പുറത്തുള്ള വേറെ ഓരോ ഡയമെൻഷൻസ് അല്ലേ ഇപ്പൊ ഈ സ്ത്രീ ഉയർത്തിയ വിവാദങ്ങൾക്കും അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ട് വരുന്ന ആരോപണങ്ങൾക്കും അടിസ്ഥാനപരമായ കാര്യങ്ങളായിട്ടുള്ള ഇതൊന്നും നമ്മൾ ജനത്തിന് ബോധ്യപ്പെട്ട കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇവരുടെ പിന്നാലെയാണല്ലോ നമ്മൾ മാധ്യമങ്ങളൊക്കെ 2-3 വർഷമായിട്ട്. ഇപ്പോൾ ഈ ഒരു വേളയിൽ അവരെ ഇപ്പോൾ ഇത്രമാത്രം ഗ്ലോറിഫൈ ചെയ്ത് അവരുടെ വായിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അതിനെ അങ്ങ് വലുതായിട്ട് ഗ്ലോറിഫൈ വീണ്ടും അത് അവർ പറയുന്നത് മാത്രമാണ് സത്യം എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ജുഡീഷ്യറി പോലും അതിന് വരുന്നത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അവരുടെ വായിൽ നിന്ന് വീഴുന്നത് മുത്തുമണികൾ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അല്ലാതെ ആക്കാൻ വേണ്ടി ശ്രമിച്ച തമ്പാനൂർ രവിയെ പോലുള്ള ആളുകളെയും കൂടി അങ്ങ് കണക്കിലെടുക്കും. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന ഡോക്ടർ, ഇത് വളരെ അപകടകരമായ പോക്കിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനം പോകുന്നത്. ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു സർക്കാരിനെ ഭരണത്തിൽ തുടരാൻ അനുവദിക്കാതെ എല്ലാ കാര്യത്തിലും കയറി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ അംഗീകരിക്കാതെ ഈ രാജ്യത്തെ അപകടത്തിലേക്കാണോ കൊണ്ടുചെല്ലുന്നത്? അഡ്വക്കേറ്റ് മേനോൻ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് തീർത്തോട്ടെ ഡോക്ടർ ലാൽ, വിത്ത് യുവർ പെർമിഷൻ. അല്ല, അപ്പൊ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കയറി ജുഡീഷ്യറി കയറി അഭിപ്രായം പറയുക, അന്തിമ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കയറി നിരീക്ഷണങ്ങൾ നടത്തുക, മാധ്യമ സ്വാധീനത്തിന്റെ പേരിൽ കഴിഞ്ഞ ഇതേ ജഡ്ജി ഇപ്പൊ ശ്രീ ബാബുവിനെതിരെ ഈ പരാമർശം നടത്തി അദ്ദേഹത്തോടുള്ള ബഹുമാനം വെച്ചു, ജുഡീഷ്യറിയോടുള്ള ബഹുമാനം വെച്ചു, വ്യക്തിയോടല്ല ഞാൻ പറയുന്നു. ഞാൻ വർത്താനം പറയുന്നത് വിജിലൻസിന്റെ വക്കീലിനോട് പറയുന്ന ഒരു ജഡ്ജിയുടെ ഒബ്സർവേഷൻ ഇന്നലെ പറയുന്ന കേട്ടു. ഇന്ന് പറഞ്ഞു ഉപ്പ് നിന്ന് വെള്ളം കുടിക്കും. ഈ നാട്ട് പറയുന്ന പഴഞ്ചൊല്ലുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞ് ഈ ജുഡീഷ്യറി വളരെ ഒരു മിനിറ്റ് ആ കോടതിയുടെ മുന്നിൽ വന്നു നിന്ന് വാദിച്ച ഗവൺമെന്റിന്റെ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണ് ജഡ്ജിക്ക് അങ്ങനെ ഇന്ന് ഹൈക്കോടതി ഒബ്സർവേഷൻ വളരെ വ്യക്തമാണല്ലോ. വിജിലൻസ് കോടതി എന്റെ ചോദ്യം, രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടുചെല്ലുന്നത് ഈ രീതിയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന നിങ്ങളെപ്പോലുള്ളവരാണ്. ഡോക്ടർ ലാൽ, ഇത് ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട രീതിയിലുള്ള ചർച്ച, ഈ ചർച്ചകളിലൂടെ തന്നെ ഇതിന് അപ്രസക്തമാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് പലപ്പോഴും പലരും നടത്തുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ ഇതിൻ്റെ കൃത്യമായ നിയമവശത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ രീതിയിൽ പഴയ കഥകൾ പറഞ്ഞ്, കാരണം ഇവിടെ UDF-ൽ സരിതയ്ക്ക് അമ്മാവനുണ്ടോ, LDF-ൽ അമ്മായിച്ചനുണ്ടോ എന്നുള്ളത് അല്ലെ, LDF-ലാണോ, അതല്ല ഇവിടുത്തെ വിഷയം. അതിനപ്പുറത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് നിയമപരമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിയമത്തിൻ്റെ ഇന്നലെ വരെ സാമ്പത്തിക ഇടപാടിന് തെളിവുകളില്ല, ഒരു വസ്തുതയാണ്. കാരണം ഇത് കേവലം സരിത എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട കുറേ കഥകളുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത് ചർച്ച ചെയ്തത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ കൃത്യമായി ഭരണാധികാരികൾക്ക് പണം കൊടുത്തതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം അത് കണ്ടെത്താനുള്ള സംവിധാനം അന്വേഷണത്തിലുണ്ടോ, അതിന് വ്യക്തമായ നീക്കം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ? ഇത് സരിത പെരുമ്പാവൂര് DYSPക്ക് കൊടുത്ത മൊഴി മുതൽ അത് റെക്കോർഡ് ചെയ്തു, അന്നത്തെ ആഭ്യന്തരമന്ത്രി അതും കൊണ്ടുപോകുന്നു, അതിനുശേഷം അതെടുത്ത് മാറ്റിവെക്കുന്നു, പിന്നീട് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം മുഴുവൻ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെ ഒരു പരിധി വരെ പലപ്പോഴും പ്രതിപക്ഷവും കൂട്ടുനിന്നു എന്ന യാഥാർത്ഥ്യവും നമുക്ക് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ ഇത് ഒരു നിയോഗം പോലെ അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ടോ ഇത് കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നു. കാരണം അത് കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ നന്മ കൊണ്ടാണ് ഇന്ന് ഈ വസ്തുതകൾ പുറത്തു വരുന്നത്. കാരണം ഇത്തരം കള്ളക്കൂട്ടങ്ങളുടെ ഭരണം ഈ നാട്ടിൽ അവസാനിച്ചേ പറ്റൂ. ഈ രാജ്യം ഭരിക്കുന്നവർ ഭരണാധികാരികളുടെ സമ്പൂർണ്ണമായ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമല്ല, പ്രതിപക്ഷത്തിന് പോലും ഈ കാര്യത്തിൽ പലപ്പോഴും വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിൽ ഈ നാട്ടിലെ ജനങ്ങൾ സംശയാലുക്കളാണ്. അപ്പോൾ ഇതെല്ലാം ദൂരീകരിക്കാനുള്ള ഒരു നിമിത്തം പോലെ കടന്നു വരുന്ന ഈ പ്രശ്നത്തെ
യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിക്കാണാനും സത്യസന്ധമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സമീപനം സ്വീകരിക്കാനുമാണ് നമ്മൾ ഇന്ന് തയ്യാറാവേണ്ടത്. അതിനുള്ള അവസരമുണ്ടോ? ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരിക്കുന്നിടത്ത് ഇവിടുത്തെ പോലീസിന്റെ അന്വേഷണത്തിന് കീഴിൽ അല്ലെങ്കിൽ ഇന്നത്തെ അവർ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭരണത്തിന് കീഴിൽ ഇതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട്? ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നിയമസഭയിൽ ശ്രീ മേനോന്റെ പാർട്ടിക്ക് മുഖ്യമന്ത്രി വാർത്താ മാധ്യമ പ്രവർത്തകരെ കാണുന്നു. നമുക്ക് അതിലേക്ക് പോവാം. വിധി വന്ന സമയത്ത് ഞാൻ മലപ്പുറത്തായിരുന്നു. നേരത്തെ നിശ്ചയിച്ച പരിപാടി അനുസരിച്ച് തിരുവനന്തപുരത്തിന് പോകാനായിട്ട് വന്നതാണ്. അപ്പം അഡ്വക്കേറ്റ്സുമായിട്ടിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 1 മണിക്കൂർ നേരത്തെ വന്നത്. എന്നാൽ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചു. നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പൊതുവായ ഒരു ഇതുണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് നടപടി ഉണ്ടാകും. സ്വകാര്യ അപ്പീലായിരിക്കും നൽകുന്നത്. സ്വകാര്യ അപ്പീലാണ് കൊടുക്കുക. ബാക്കി ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അദ്ദേഹം നേരത്തെ തീരുമാനിച്ച പരിപാടികളുമായി തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണത്തിന് നിങ്ങളുടെ പ്രതികരണം? അല്ല, മുഖ്യമന്ത്രിക്കൊരു നിയമം, മറ്റു ചിലർക്ക് വേറെ നിയമം എന്ന് ജനം സംശയിക്കുന്നത് ഒന്നുകൂടി ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഇതിലെ പങ്ക് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ജനങ്ങൾ സംശയിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇവിടെ സരിതയുടെ ക്രെഡിബിലിറ്റിയും സരിത നടന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും പറയുന്നത്. എന്നാൽ നിയമപരമായി ഒരു കമ്മീഷന് മുമ്പാകെ സരിത ഒരു തവണയെ മൊഴി കൊടുത്തിട്ടുള്ളൂ, ഇന്നലെയും ഇന്നുമായി. അതിനു മുമ്പ് പറഞ്ഞതൊന്നും നിയമപരമായി രേഖയല്ല. നിയമപരമായി അത് വാലിഡിറ്റി അല്ല, അഥവാ അത് സാങ്സിറ്റി അതിന് വരുന്നത് മൊഴി കമ്മീഷന് മുമ്പാകെ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അത് വളരെ ഗൗരവമാണ്. അതിനകത്ത് ഞെട്ടിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. സർക്കാർ ഖജനാവ് ഇതിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളത് പോലും തെറ്റാണ്. UDFൻ്റെ വാദമെന്ന് തെളിയുന്ന രീതിയിലേക്ക് 2012-13 ബഡ്ജറ്റിലെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും സോളാർ എനർജി പോളിസി തയ്യാറാക്കിയതും എങ്ങനെയാണെന്നൊക്കെ തന്നെ ജനത്തിന് മനസ്സിലാവുന്ന സ്ഥിതി വന്നു. പിന്നെ BJPയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി ബാറുകോഴ സമരം ഒരു ഭാഗത്ത് നടത്തി ധനകാര്യമന്ത്രിമാരുടെ ചെയർമാനായി KM മാണിയെ വെച്ച പാർട്ടിയാണ്. കോൺഗ്രസിന് കുറേയും കൂടി അഴിമതി എങ്ങനെ നടത്താമെന്ന് അരുൺ ജെറ്റ്ലിമാരിൽ നിന്നും പഠിക്കാവുന്നതാണ്. BJPക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ഏത് വിഷയത്തിലും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനമേ അവരെടുക്കൂ. ഈ വിഷയത്തിൽ അവരുടെ സമരം തന്നെ നോക്കൂ. BJPയുടെ ഒരു സമരം കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാണാനില്ല. മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ മുമ്പിൽ ഓടി ഒളിക്കേണ്ടി വരും. ലാല് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് തീരുമാനിച്ച പരിപാടിക്കല്ല മുഖ്യമന്ത്രി പോകുന്നത്. മുഖ്യമന്ത്രി തീരുമാനിച്ച പരിപാടി നാളെ നടക്കുന്നത് കോഴിക്കോട്ടാണ്. ആ പരിപാടിയിൽ പോകാതെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചിട്ടാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുള്ളത്. ഇത് ജനരോഷം ഭയന്നുകൊണ്ടാണ്. ജനവികാരത്തെ തമസ്കരിക്കുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന പണിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ജനാധിപത്യത്തെ ദയവ് ചെയ്ത് മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങൾ ഇല്ലാതാക്കരുത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. മുൻകാല കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ പാലിച്ച ജനാധിപത്യ മര്യാദ പാലിക്കാനും അങ്ങ് തന്നെ 1995 ശ്രീ കരുണാകരന്റെ രാജിക്ക് വേണ്ടി നടത്തിയ പ്രസംഗമെങ്കിലും സ്വന്തത്തിൽ പാലിക്കണമെന്ന് ജനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. റൈറ്റ്. ചർച്ചയിൽ ഇപ്പോൾ പുതുതായി ചേരുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ A സജീവൻ എന്നിവർ കൂടി ചേരുന്നു. ശ്രീ J അജിത് കുമാറും BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോനും തുടരുന്നുണ്ട്. ഡോക്ടർ വർഗീസ് ജോർജും ചർച്ചയിലേക്ക് എത്തും. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, എന്തായാലും RSPയുടെ ഒരു MLA ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ നവകേരള മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് UDF ഈ മാർച്ച് തീരുമ്പോഴേക്കും ശിഥിലമാകും എന്നാണ്. അതിൻ്റെ തുടക്കമായി ഈ സംഭവ വികാസങ്ങളെ കാണാമോ? അല്ല, UDFൽ ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഇന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ ജാഥ ആരംഭിക്കുമ്പോൾ
ഇത്രയും ഗൗരവതരമായ സ്ഥിതിവിശേഷം ഇതിനകത്തുണ്ടാവും ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഘടകകക്ഷിയിലായിരുന്ന RSPയുടെ കുഞ്ഞുമോൻ രാജിവെക്കുന്നു എന്ന് കുറച്ച് നാളായി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ സന്ദർഭം നോക്കിയപ്പോൾ ഇനി ഈ സോളാർ കേസും ഈ മദ്യം സംബന്ധിച്ചുള്ള കേസുമൊക്കെ വന്ന സാഹചര്യത്തിൽ UDFൻ്റെ പ്രതിച്ഛായ മങ്ങുകയാണ്. അതിൽ കൂടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയാണ് കുഞ്ഞുമോൻ രാജിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് തന്നെ ഉള്ള ആൾക്കാർക്കിടയിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരാമർശനങ്ങളൊക്കെ വന്നാലും ശരി അദ്ദേഹം രാജിവെക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിനെ നയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് ഈ 1,90,00,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ മൂക്കിപ്പൊടി വാങ്ങിക്കാനുള്ള കാശേ ഉള്ളത്. അവിടെയാണെങ്കിൽ കൽക്കരി കുംഭകോണം, 2G സ്പെക്ട്രം അഴിമതി, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിന് അഴിമതിയിൽ ജയിലിൽ കിടക്കുന്ന സൈസ്, ഈ സൈസൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഇടയിൽ ഈ 1,90,00,000 രൂപ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞാൽ മൂക്കുപൊടിക്കുള്ള കാശ് വാങ്ങിച്ച് അതിന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. രാജിവെക്കേണ്ടതില്ല എന്നവർ നല്ല മാൻഡേറ്റ് ഇപ്പുറത്ത് കൊടുക്കും. മാത്രമല്ല ഈ ഗവൺമെൻറ് നിലനിന്നില്ലെങ്കിൽ കോൺഗ്രസിനാകെ 2 സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റാണുള്ളത്. കോൺഗ്രസിന് ഒരു അധികാര പ്രമുഖതയൊക്കെ പറയുന്ന കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെയും AK ആൻ്റണിയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അപ്പോൾ ആ ഗവൺമെൻറ് പോയാൽ അവർക്ക് വലിയ നാണക്കേടുണ്ടാകും. അതുകൊണ്ട് ഈ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടതില്ല. അഴിമതി ആരോപണം കോൺഗ്രസ് ഒരു പുത്തരിയല്ല, അത് രാജിവെക്കണമെന്ന് പറയില്ല. അതിൽ പിടിച്ചു നിൽക്കാനാണ് ശ്രീ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. അധികാരത്തിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അധികാരം വിട്ടൊഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്താൻ അദ്ദേഹം തയ്യാറല്ല. അത് കോൺഗ്രസിനകത്ത് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ കോൺഗ്രസിൻ്റെ ഗതി എന്താവും, കോൺഗ്രസ് പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിൽ എത്തിച്ചേരുമോ എന്ന കാര്യം ആലോചിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. റൈറ്റ്, ഞാൻ തിരിച്ചെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നിരീക്ഷിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി രാജിവെക്കില്ല, വയ്ക്കേണ്ട ആവശ്യവുമില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പെട്ടവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊള്ളും, ഒപ്പം നിങ്ങളുടെ കൂടെയുള്ള ഘടകകക്ഷികൾ തന്നെ ഇത് സഹിച്ച് മുന്നോട്ട് പോകില്ല, അതിന് തുടക്കം ഇതാ ഉണ്ടായിരിക്കുന്നു. RSP MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ ഇന്ന് രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹൈക്കമാൻഡിൽ നിന്നൊരു ഉപദേശം കിട്ടി, നിങ്ങൾ ധാർമ്മികത സൂക്ഷിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അവിടെ ഇതിനേക്കാൾ വലിയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങൾക്ക് വിനാശം വഴി ഉണ്ടാക്കിത്തരും. തന്നെ പറയട്ടെ, ആനന്ദലവട്ടം ആനന്ദൻ സാറ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സ്വന്തം പാർട്ടിയെ സംബന്ധിച്ച് പരിതപിച്ചാൽ മതി, കോൺഗ്രസിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട. ആ ബംഗാളിലെ ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ പ്രീണം റിപ്പോർട്ടിനെ കടന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ അടുത്ത ദിവസം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അതിനെ സംബന്ധിച്ച് വിലപിക്കുക, സ്വയം ഒന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കി ഈ രാജ്യത്ത് CPMന്റെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ. അതിനുശേഷം കോൺഗ്രസിനെ പഠിപ്പിക്കുക. രാജ്യം മുഴുവൻ കോൺഗ്രസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആനന്ദൻ സാറേ, രാജ്യം മുഴുവൻ. അപ്പൊ കോൺഗ്രസിന്റെ ശക്തിയെ സംബന്ധിച്ചൊന്നും ഇവിടെ ആർക്കും ആകുലത വേണ്ട. കോൺഗ്രസ് തിരിച്ചു വരും, കോൺഗ്രസ് ഇതിനേക്കാൾ കരുത്തോടു കൂടി മടങ്ങി വരും. ശ്രീ ഡീൻ കുര്യാക്കോസ്, രാജ്യം മുഴുവൻ കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ അവസ്ഥയാണ്, കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയാണ്. അദ്ദേഹം രാജ്യത്ത് കോൺഗ്രസിന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് ആദ്യം പരിതപിച്ചത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ അതൊരു മറുപടി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായി പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഇനി രാജിയിലേക്ക് വരാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലുണ്ടായി. അന്ന് ഈ പറയുന്ന CPM നേതാക്കന്മാർ, ആദ്യം VS അച്യുതാനന്ദൻ, രണ്ടാമത് കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, 5 മിനിറ്റിനുള്ളിൽ 3 പ്രസ്താവനകളാണ്. ബിജു രാധാകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം സോളാർ കമ്മീഷന് മുമ്പിൽ. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ മൊഴി കളവാണെന്ന് തെളിഞ്ഞു. അന്ന് എന്തേ ഈ തൃശ്ശൂർ വിജിലൻസ് കോടതിയിലേക്ക് ഇവർ പോകാത്തത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുള്ളൂ. കാരണം അവിടെ വിജിലൻസ് കോടതി ഇരിക്കുന്നുണ്ടല്ലോ, ഏത് ഹർജി കിട്ടിയാലും അപ്പൊ തന്നെ ഇവിടെ ഒരു വിചാരണ പൂർത്തിയാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ സരിത 2 ദിവസമായി മൊഴി കൊടുക്കുന്നു, ഇനി 3ാമത്തെ ദിവസവും മൊഴി കൊടുക്കുന്നൊക്കെ കേൾക്കുന്നു. അത് തീരുന്നതിന് മുമ്പ്, ക്രോസ് വിസ്താരം പോലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് കയറി ഇങ്ങനെയൊക്കെ വിധി പുറപ്പെടുവിക്കാൻ ഒരു ജഡ്ജി അവിടെ ഇരിപ്പുണ്ടെന്ന് അന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. അത് കോടതിയുടെ മുമ്പിൽ വന്ന ഹർജി പരിഗണിച്ചുകൊണ്ടാണ് അതിനകത്ത് കോടതിക്ക് കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിരീക്ഷണം നടത്തിയത്. അതിനകത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ നാളെ മുഖ്യമന്ത്രി സ്വകാര്യ അപ്പീലുമായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേൽക്കോടതി അത് നിരീക്ഷിക്കട്ടെ. പക്ഷേ നിങ്ങൾ ഇന്ന് ചെയ്തത് എന്താണ്? ഡീൻ്റെ സംഘടന ചെയ്തത് എന്താണ്? ശവമഞ്ചവും ഏന്തിക്കൊണ്ട് ആ ജഡ്ജിക്കെതിരെ രാഷ്ട്രീയ ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ പോവുക. നിങ്ങൾ മുൻപ് ജഡ്ജിമാരെ ആക്ഷേപിച്ചവരെ കുറ്റം പറഞ്ഞവരാണ്. നിങ്ങൾക്ക് ഇനി അത് പറയാനുള്ള അർഹതയുണ്ടോ? അല്ല, ഒറ്റ കാര്യം ഞാനത് വ്യക്തമാക്കാം. അതായത്
നീതിന്യായ സംവിധാനത്തിൽ ന്യായാധിപന്മാരെ ബഹുമാനിക്കുന്നു. ഒരു കാരണവശാലും അതിനെ ദുർബലപ്പെടുത്താൻ ആ ഒരു സംവിധാനത്തെ, രാജ്യം നിലനിൽക്കണം, നിയമവ്യവസ്ഥ നിലനിൽക്കണം, നീതിന്യായ സംവിധാനങ്ങൾ നിലനിൽക്കണം. പക്ഷേ ഇവിടെ ജഡ്ജി തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയണം, ജഡ്ജിമെന്റിനെ വിമർശിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ആ അവകാശം ആർക്കും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇവിടെ പ്രകടനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഉത്തരവാദിത്വമില്ല. ഞാൻ പത്രസമ്മേളനത്തിലൂടെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രകടനം നടത്താൻ നമ്മൾ ആരും ആഹ്വാനം ചെയ്തിട്ടില്ല, അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല. ഇവിടെ ജസ്റ്റിസ് ബാലിയെ പ്രതീകാത്മകമായിട്ടൊക്കെ നാട് കടത്തിയവരാണ് അസഹിഷ്ണുത കാണിച്ച് ജഡ്ജിമെന്റിന്റെ പേരിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംസ്കാരം കോൺഗ്രസിനില്ല, യൂത്ത് കോൺഗ്രസിനില്ല. ഞാൻ അവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, ഇവിടെ ജഡ്ജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമടക്കം എന്താ പറയാ സംശയിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞതിന്റെ സാഹചര്യമാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്. അതിനിടയ്ക്കാണ് താങ്കൾ ഇടപെട്ടിട്ടുള്ളത്. കാരണം ഇവിടെ വന്നിട്ടുള്ള അസാധാരണമായ ഒരു ജഡ്ജ്മെന്റ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണ്. ഇവിടെ ക്രോസ് വിസ്താരം പോലും കഴിഞ്ഞിട്ടില്ല. ക്യൂക്ക് വെരിഫിക്കേഷൻ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, ഒരു സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ പൗരനുള്ള അവകാശം മുഖ്യമന്ത്രിക്ക് നിഷേധിക്കപ്പെടാൻ പാടുണ്ടോ? ക്യൂക്ക് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല. ഇവരൊക്കെ ലളിതകുമാരി കേസിനെ സംബന്ധിച്ചൊക്കെ വാദം വരാതെ പ്രസംഗിച്ച് വായില് ഡീൻ കുര്യാക്കോസ്, അതിന് സാധാരണ പൗരനായി വന്ന് മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ അപേക്ഷിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മുഖ്യമന്ത്രിയായി തന്നെ ഇരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇത്രയും കാര്യങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അത് കേരളത്തിന് മുഖ്യമന്ത്രി പദത്തിന് ഉണ്ടാകുന്ന പ്രശ്നത്തിലാണ് പ്രതിപക്ഷം ഇടപെടുന്നത്. അവിടെ നിന്ന് മാറി നിന്ന് നിങ്ങൾ കേസിനെ നേരിടുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ എന്താ പറയാ ഇത്ര ഹീനമായ വിധത്തിൽ എന്ത് ആരോപണം ഉണ്ടായാലും ഇവിടെ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണനെ അങ്കിൾ എന്ന് വിശേഷിപ്പിച്ച സരിതാ നായരുടെ ഒരു ചരിത്രമൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ ഒരാളും കേസിന് പോയിട്ടില്ലല്ലോ. കാരണം എന്താ? സർക്കാരിന് ഒരു പൈസ പോലും നഷ്ടം വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഇടപെടാനുള്ള അവസരമുള്ളൂ. അതാണ് ജനാധിപത്യ മര്യാദ. മറിച്ചാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ നിർമ്മലാനന്ദ സ്വാമി ഇവിടെ ഇപ്പൊ കൈക്കൂലി കൊടുത്തു എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. കൈക്കൂലി കൊടുത്തു. പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം അതല്ല. സരിതയെ പോലെയുള്ളയാൾ, അതാണ് ഇവിടെ ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ആനത്തലവട്ടത്തിനോടൊപ്പം നിൽക്കുന്ന ജയരാജനെതിരെ കേസെടുക്കട്ടെ. ജയരാജനാണല്ലോ 10 കോടി രൂപ. ഡീൻ കുര്യാക്കോസ് 1,10,90,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുത്തു എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. 40 ലക്ഷം ആര്യാടൻ മുഹമ്മദിന് കൈക്കൂലി കൊടുത്തു എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ആ സരിതയെ വിശ്വസിച്ചാണ് ഇന്നൊരു പൊതു താല്പര്യ ഹർജി പോയിരിക്കുന്നത്. സരിത പറഞ്ഞിരിക്കുന്നത് തെളിവുകൾ ഞാൻ ഹാജരാക്കും, ആ കേസ് വെറുതെ പോവില്ല എന്നാണ്. അല്ല, സരിതാ നായർ ഇപ്പോഴും, ഞാൻ തൊട്ടു മുമ്പ് മറ്റൊരു ചാനലിൽ ഇരിക്കുകയാണ്. ഇതെന്താ സരിതാ നായർ ഭരിക്കുന്ന സംസ്ഥാനമാണോ ഇത്? എന്താണ് ഈ പറയുന്നത്? സരിതാ നായർക്കെതിരെ 33 കേസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അവർ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ഈ സംശയം ഡീൻ കുര്യാക്കോസ് തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സംസ്ഥാനം ഭരിക്കുന്നത് സരിതയാണോ? വലിയ ഗ്ലാമറിൽ സരിത വലിയ പ്രതാപത്തോടുകൂടി മുഖ്യമന്ത്രിയെ പോലും വരച്ച വരയിൽ നിർത്തിക്കൊണ്ടു പോകുന്നു. നിങ്ങൾ ആ സരിതയെ ചങ്ങലക്കിടുന്നില്ല, ആ സരിതയെ നിങ്ങൾ തളയ്ക്കുന്നില്ല, നിങ്ങൾ ആ സരിതയെ മാനനഷ്ടത്തിന്റെ കേസ് കൊടുത്തുകൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുന്നില്ല. അല്ലല്ല, നിങ്ങൾ എന്താണ് ഇത് വഴിതെറ്റിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതിന് കംപ്ലീറ്റ് ചെയ്യാൻ അവസരം തരാം. അത് എന്തിനാണ് വഴിതെറ്റിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത് എന്താ? സരിതാ നായരുടെ ഒരു തട്ടിപ്പോലും വിലപ്പോയിട്ടില്ല. 14 കേസ് ഉണ്ടായിരുന്നപ്പോ കൊടുക്കൽ വാങ്ങലുകളാക്കി അതിനെ എഴുതിത്തള്ളിയ സർക്കാരാണ് ഇടതുമുന്നണി ഗവൺമെന്റ്. 33 കേസാണ് രജിസ്റ്റർ ചെയ്തത്. അവർക്കെതിരെ ഒരു കേസിൽ എന്താ പറയാ ഒരു കേസിൽ വിധി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും സർക്കാരിനെ നിയന്ത്രിക്കുന്നത് സരിതയാണെന്ന് പറയാ. ശരി 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 ഡീൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുള്ള കക്ഷികൾക്ക് മനസ്സിലാകുമോ? ഇനി അവർ അത് ക്ഷമിച്ചിരിക്കുമോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചനയല്ലേ ഇന്ന് RSPയുടെ കുഞ്ഞുമോൻ പുറത്തേക്ക് പോയത്, മറ്റുള്ളവർ പുറത്തേക്ക് ചാടാൻ നിൽക്കുന്നത്? ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. കാരണം ഒരു കുഞ്ഞുമോൻ ഒരു സുപ്രഭാതത്തിൽ പോയതൊന്നുമല്ല. ഇവിടെ തൊട്ട് മുമ്പ് അദ്ദേഹം തന്നെ ആനത്തിലോട്ട് തന്നെ പറഞ്ഞു, കുഞ്ഞുമോൻ 3 മാസം മുമ്പേ പോകാനിരുന്നതാണ്. പിന്നെ ഈ രാഷ്ട്രീയ ഭിക്ഷാന്തികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. PC ജോർജ്, ഗണേഷ് കുമാർ, ഇങ്ങനെയൊക്കെ അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ, കുഞ്ഞുമോന്റെ പരാതി ഉണ്ടായിരുന്നു, 1 വർഷം മുമ്പ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉറപ്പാക്കാൻ പറ്റുമായിരുന്നു. അതങ്ങ് ഉറപ്പാക്കി കൊടുത്തായിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ നിന്നേനെ. ഇതെല്ലാവർക്കും അറിയാതെ. അപ്പൊ അദ്ദേഹത്തിന് 3 മാസമായിട്ട് വേണ്ട, 1 വർഷം മുമ്പ് അദ്ദേഹത്തിന് വേണമായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും ഉചിതം. ഏതായാലും രാഷ്ട്രീയ ഭിക്ഷാന്തികളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ ദയവ് ചെയ്ത് PC ജോർജിനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ ഇപ്പോഴും ഈ സരിതാ നായരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഡീൻ കുര്യാക്കോസ് അല്പസമയത്തിനകം സ്റ്റുഡിയോയിൽ എത്തിച്ചേരും. ഡീൻ കുര്യാക്കോസ് അല്പസമയത്തിനകം സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.